എന്താണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ? ഈ സഖാക്കന്മാരെ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കില്ല എന്ന് പറയാൻ എന്താ ചെയ്യുക? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മരിച്ചുപോയ ആൾക്കാരൊക്കെ ഇതൊന്ന് ഒഴിവാക്കിയെന്ന്? മരിച്ചുപോയ ആൾക്കാരെ ഒഴിവാക്കരുത്. നമ്മളെ സഖാക്കർക്ക് കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കണം. അതാണ് അമ്പേ പാളി എന്ന് പറയുന്നത്. ഈ കരട് പട്ടികത്തെ ഇറങ്ങി നിങ്ങളാണ്. നിങ്ങൾക്ക് പറ്റാത്തതിന്, അല്ലെങ്കിൽ നിങ്ങൾ തണ്ടിത്തരം കളിച്ചതിന് ഈ ദേശാഭിമാനിയിൽ വീണ്ടും അമ്പേ പാളി എന്ന് പറയണോ? അമ്പേ പാളിയെങ്കിൽ അതിനുള്ള ഉത്തരവാദി നിങ്ങളാണെന്നേ. ഇനി പോട്ടെ, നിങ്ങളല്ല, ഈ ഉദ്യോഗസ്ഥൻ CPM അല്ലാന്ന് വിചാരിക്കുക. ഒരു BJP കാരനോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനോ ആയ ഒരു ഉദ്യോഗസ്ഥനാണ് വന്നതെന്ന് വിചാരിക്കുക. ഇവനാണ് ഇമ്മാതിരി തെണ്ടിത്തരം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ആൾക്കാരൊക്കെ വെട്ടുന്നെന്ന് വിചാരിക്കുക. ഇവരൊറ്റ കല്ലല്ലോ പോകുന്നത്, കൂടെ നിങ്ങളുടെ BLA വരുന്നില്ലേ? ഇവരെന്താ പൊട്ടനാണോ? എടോ, ഈ എന്യൂമറേഷൻ ഫോം കൊടുക്കാനും അത് പൂരിപ്പിക്കാനും പൂരിപ്പിച്ചത് വാങ്ങാനൊക്കെ BLO എന്ന് പറയുന്ന ഈ റവന്യൂ ഉദ്യോഗസ്ഥന്റെ കൂടെ പോകുന്നത് നിങ്ങളുടെ പ്രതിനിധികളാണെന്നേ. ആ പ്രദേശവുമായി നല്ല പരിചയമുള്ള നിങ്ങളുടെ സഖാക്കന്മാരാ പോകുന്നത് കൂടെ. ഇവരെന്താ പൊട്ടന്മാരാണോ? ഇവർക്കതൊന്നും അറിയില്ലേ? എന്നിട്ട് വന്നിരുന്നിട്ട് അമ്പേ പാളി. ജനുവരി 22 വരെ ഇനിയുമുണ്ട്. ഒരു 10-25 ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തോളം ഇനിയും ബാക്കി കിടക്കുന്നുണ്ടേ. പോയി കണ്ട് അറിയിച്ചാൽ മതി. അതിനിങ്ങനെ കിടന്ന് നിലവിളിക്കണോ? എത്ര അപഹാസ്യമാണ്. ഇതിലൂടെ നിങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾക്ക് SIR വേണ്ട, ഞങ്ങൾക്ക് വോട്ടർ പട്ടിക പരിഷ്കരിക്കണ്ട, അതിൽ മരിച്ചുപോയ ആൾക്കാരൊക്കെ ഉണ്ടായിക്കോട്ടെ, ഇരട്ട വോട്ട് ഉണ്ടായിക്കോട്ടെ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പേ ഞങ്ങൾക്ക് കള്ളവോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ലേ സഖാക്കളെ നിങ്ങൾ പറയുന്നത്? ഇന്നും നമുക്ക് ദേശാഭിമാനി പത്രം വെച്ച് ആരംഭിക്കാമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ ദേശാഭിമാനി കഥകൾ എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് തന്നെ തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത്. മിക്കവാറും നമുക്ക് നാളെ മുതൽക്ക് സ്ഥിരമായിട്ട് ഒരു ദേശാഭിമാനി കഥകൾ, ഭയങ്കര രസമായിരിക്കും കേട്ടോ. അപ്പോ ഇന്നത്തെ പത്രത്തിലെ ദേശാഭിമാനി കഥകളല്ല, ദേശാഭിമാനി കള്ളക്കഥകൾ. പിന്നെ കള്ളക്കഥകൾ എന്ന് പറയേണ്ട കാര്യമില്ല. ദേശാഭിമാനി കഥകൾ എന്ന് പറഞ്ഞാൽ തന്നെ സത്യം പറയില്ല, കള്ളങ്ങൾ മാത്രം പറയുന്ന ലോകത്തിലെ ഏക പത്രം എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ഒന്നാമത്തെ വാർത്തയാണ്, ഗുരുതര പിഴവുകളുമായി കരട് പട്ടിക. ഇന്നലെ SIR ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന്റെ, അതായത് വോട്ടർ പട്ടിക സമൂലമായി പരിഷ്കരിച്ചതിന്റെ കരട് പട്ടിക ഇന്നലെ പ്രസിദ്ധീകരിച്ചു. ഇത് സംബന്ധിച്ചുള്ള വാർത്തയാണ്. തലക്കെട്ട് കണ്ടില്ലേ? അമ്പേ പാളി എന്നാണ്. അമ്പേ പാളി, അതായത് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടേ ഉള്ളൂ. അതിന്റെ അന്തിമ പട്ടിക ഇനിയും ആഴ്ചകൾ ബാക്കിയുണ്ട്. അടുത്ത മാസം 12-ാം തീയതിയാണ് ഇതിന്റെ ഇതില് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ വിട്ടുപോയ ആൾക്കാരൊക്കെ പേര് ചേർപ്പിക്കാനുള്ള അവസരങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. അപ്പോഴാണ് പറയുന്നത് അമ്പേ പാളി SIR. അപ്പൊ സ്വാഭാവികമായും അമ്പേ പാളി, എന്താണ് പാളിയത് എന്ന് ഈ വാർത്ത ഞാനൊരു 10 പ്രാവശ്യം വായിച്ചിട്ടോ. പാളിയത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ പാളിയിട്ടില്ല, SIR പാളിയിട്ടില്ല. പക്ഷെ തലക്കെട്ട് എന്താണ്? അമ്പേ പാളി. ഞാൻ കള്ളത്തരം പറയില്ല, ഈ വാർത്ത ഇങ്ങനെയാണ്. പേര് വെച്ചിട്ട് എഴുതിയാട്ടോ. വൈഷ്ണവ് ബാബു എഴുതിയതാണ്. വൈഷ്ണവ് ബാബുവിന് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അമ്പേ പാളി. നിങ്ങൾ തീരുമാനിക്കുക എന്താണ് പാളിയതെന്ന്. അതായത് വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയുടെ ഭാഗമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിൽ നിന്ന് 24,803 പേർ പുറത്ത്. ഇതാണ് ആദ്യത്തെ സെന്റൻസ്. 24 ലക്ഷം പേർ കരട് പട്ടികയിൽ നിന്ന് പുറത്ത്. ഇതാണ് ഇവർ പറയുന്നത്. മറ്റെല്ലാ പത്രങ്ങളിലും ഈ 24 ലക്ഷം പേർ എങ്ങനെ കരട് പട്ടികയിൽ നിന്ന് പുറത്തായി എന്ന് വളരെ വിശദമായി മറ്റെല്ലാ പത്രങ്ങളും പറയുന്നുണ്ട്. പക്ഷെ അത് വളരെ സൂത്രത്തില് അത് ദേശാഭിമാനി പറയുന്നില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ 24 ലക്ഷം പുറത്തായത് മരിച്ചുപോയവർ. നമുക്കറിയാലോ, 2002 ഈ വോട്ടർ പട്ടിക അവസാനമായി ഈ SIR നടത്തുന്നത്, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടത്തുന്നത് 2002. ഈ 23 വർഷത്തിന് ശേഷം ഈ പട്ടികയിൽ മരിച്ചുപോയവരുടെ പേരുകളൊന്നും നീക്കം ചെയ്തിട്ടില്ലാന്നേ. അപ്പൊ മരിച്ചുപോയവരൊക്കെ പുറത്താക്കി. പിന്നെ സ്ഥലം മാറിപ്പോയവർ, അതായത് ഒരു മണ്ഡലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആ പരിധിയിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും സ്ഥലം മാറിപ്പോയ ആൾക്കാർ, അവരെയും ഒഴിവാക്കി.
ഇരട്ട വോട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. ഇരട്ട വോട്ട് ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് നേരത്തെ തന്നെ കോൺഗ്രസിലെയും CPM-യിലൊക്കെ ആൾക്കാർ പരാതി പറഞ്ഞതാണ്. ഇരട്ട വോട്ടുള്ള ആൾക്കാർ ഒഴിവാക്കി. പിന്നെ കണ്ടെത്താനാവാത്ത കുറച്ച് ആൾക്കാരുണ്ട്. കണ്ടെത്താനാവാത്ത കുറച്ച് ആൾക്കാർ ഇവരെവിടെ പോയി എന്ന് അറിയില്ല. ഇതാണ് ഇവര് എന്താ പറയാ 24,08,503 പേർ പുറത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ സഖാക്കൾക്ക് വലിയ വേദന എന്താണെന്നറിയോ? ഇനി കള്ളവോട്ട് നടക്കൂലാന്നേ. ഇനി ഇവരാകെ ജയിക്കുന്നത് ഈ കള്ളവോട്ട് ചെയ്തിട്ടാണ്. അതായത് മരിച്ചുപോയ ആൾക്കാരൊക്കെ സാധാരണ തമാശ പറയാറുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ മരിച്ചുപോയ ആൾക്കാരെ കാണണമെങ്കിൽ മരിച്ചുപോയ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണാൻ പറ്റുന്നതാണ്. ഈ വോട്ടെടുപ്പ് ദിനം ഈ പോളിംഗ് ബൂത്തിന്റെ മുന്നിൽ ഇങ്ങനെ നിന്നാ മതി. അപ്പൊ ഉണ്ടാവും മരിച്ചുപോയ അച്ഛൻ വരുന്നു, മരിച്ചുപോയ അമ്മ വരുന്നു. സഖാക്കന്മാര് ഇവരുടെ പേരിൽ വോട്ട് ചെയ്ത് ഇറങ്ങിപ്പോകുന്നു. അതാണ് കള്ളവോട്ടിന്റെ അച്ഛന്മാർക്ക് ഇപ്പൊ ആകെ ബേജാറാണ്. കാരണം ഇനി കള്ളവോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചതിയ ചെയ്തതെന്ന് അറിയോ? ഇനി അതുകൊണ്ടാണോ തലക്കെട്ട് അമ്പേ പാളി? അതായത് CPM-മാരുടെ വിചാരം കള്ളവോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വേണം, മരിച്ചുപോയ ആൾക്കാരെ നീക്കാൻ പാടില്ല. എന്താണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ? ഈ സഖാക്കന്മാരെ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മരിച്ചുപോയ ആൾക്കാരൊക്കെ ഇതൊന്ന് ഒഴിവാക്കിയെന്ന്? മരിച്ചുപോയ ആൾക്കാരെ ഒഴിവാക്കരുത്. നമ്മളെ സഖാക്കർക്ക് കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കണം. അതാണ് അമ്പേ പാളി എന്ന് പറയുന്നത്. ഇനി പോട്ടെ, SIR നടപടി ആരംഭിക്കും. വേറെ ഇത് പറയുന്നതിന് മുമ്പ് ഈ SIR ഈ കരട് പട്ടിക തയ്യാറാക്കിയത് അവിടുന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും പിന്നെ ഇലക്ഷൻ കമ്മീഷണറും വന്നിട്ട് ഇവിടെ എല്ലാ ബൂത്ത് തലത്തിൽ കേരളത്തിലെ ഓരോ ബൂത്ത് അടിസ്ഥാനത്തിൽ ഇങ്ങനെ കയറി ഇറങ്ങി ഇവര് തയ്യാറാക്കിയതല്ല അന്തം കമ്മികളെ. അത് തന്നെ ഒന്ന് മനസ്സിലാക്കുക. ഈ കരട് പട്ടിക തയ്യാറാക്കിയത് ആരാ തയ്യാറാക്കിയത്? നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ, പിണറായി സർക്കാരിന്റെ അല്ലെ, നമ്മുടെ ഈ സംസ്ഥാനത്തുള്ള റവന്യൂ ജീവനക്കാരാണ് ഇത് തയ്യാറാക്കിയത്. അതിൽ CPM-കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, BJP-കാരുണ്ട്, അങ്ങനെയുള്ള രാഷ്ട്രീയ ചായ്വുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടാവാം. പക്ഷെ അതിൽ ഭൂരിഭാഗം CPM-കാരാണ്. CPM ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയ ലിസ്റ്റാണിത്. അതിനെ പിന്നെ നിങ്ങൾ ഇങ്ങനെ കുറ്റം പറയാ? നിങ്ങളുടെ പറച്ചിൽ കേട്ടായിരിക്കും ഇത് ഈ കരട് പട്ടിക തയ്യാറാക്കിയത് അമിത്ഷായാണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയാണ്, ഇലക്ഷൻ കമ്മീഷണറാണ്, RSS ആണ്. അല്ലാമേ ഈ കരട് പട്ടിക തയ്യാറാക്കിയത് നിങ്ങളാണ്. നിങ്ങൾക്ക് പറ്റാത്തതിന് അല്ലെങ്കിൽ നിങ്ങൾ തണ്ടിത്തരം കളിച്ചതിന് ഈ ദേശാഭിമാനിയിൽ വീണ്ടും അമ്പേ പാളി എന്ന് പറയണോ? അമ്പേ പാളിയെങ്കിൽ അതിനുള്ള ഉത്തരവാദി നിങ്ങളാണെന്നേ. ഇനി പോട്ടെ, നിങ്ങളല്ല, ഈ ഉദ്യോഗസ്ഥൻ CPM-കാരല്ല എന്ന് വിചാരിക്കുക. ഒരു BJP-കാരനോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനോ ആയ ഒരു ഉദ്യോഗസ്ഥനാണ് വന്നതെന്ന് വിചാരിക്കുക. ഇവനാണ് ഇമ്മാതിരി തെണ്ടിത്തരം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ആൾക്കാരൊക്കെ വെട്ടുന്നെന്ന് വിചാരിക്കുക. ഇവരൊറ്റ കല്ലല്ലോ പോകുന്നത്, കൂടെ നിങ്ങളുടെ BLA വരുന്നില്ലേ? ഇവരെന്താ പൊട്ടനാണോ? എടോ, ഈ എന്യൂമറേഷൻ ഫോം കൊടുക്കാനും അത് പൂരിപ്പിച്ചത് വാങ്ങാനൊക്കെ BLO എന്ന് പറയുന്ന ഈ റവന്യൂ ഉദ്യോഗസ്ഥന്റെ കൂടെ പോകുന്നത് നിങ്ങളുടെ പ്രതിനിധികളാണെന്നേ. ആ പ്രദേശവുമായി നല്ല പരിചയമുള്ള നിങ്ങളുടെ സഖാക്കന്മാരാ പോകുന്നത് കൂടെ. ഇവരെന്താ പൊട്ടന്മാരാണോ? ഇവർക്കതൊന്നും അറിയില്ലേ? എന്നിട്ട് വന്നിരുന്നിട്ട് അമ്പേ പാളി. പിന്നെ അതിന്റെ ഏറ്റവും വലിയ രസം എന്താന്ന് പറഞ്ഞാൽ കരട് പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ തന്നെ 19.32 ലക്ഷത്തോളം പേർ വോട്ടവകാശം ഉറപ്പാക്കാൻ രേഖകളുമായി വീണ്ടും ഹിയറിംഗിന് ഹാജരാകേണ്ടി വരും. അതിനിപ്പോ എന്താണേ? അതായത് കരട് പട്ടികയിൽ ഉൾപ്പെട്ടവർ തന്നെ എത്ര പേര്? 19 ലക്ഷം ആൾക്കാര് രേഖകൾ ഹാജരാക്കാൻ. എന്ത് രേഖയാണ്? ഇവരുടെ ID കാർഡ് അല്ലെ, ഇവരുടെ ആധാർ കാർഡ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള 10-12 രേഖകളുണ്ട്. ഏതെങ്കിലും ഒരു രേഖയുമായി ഈ 19 ലക്ഷം ആൾക്കാർ രേഖയിലും ഈ കരട് വോട്ടർ പട്ടികയിൽ അവരുടെ പേരൊക്കെ ഉണ്ട്. പക്ഷെ അത് അന്തിമ വോട്ടർ പട്ടികയിൽ വരണമെങ്കിൽ ഈ 19 ലക്ഷം ആൾക്കാർ എന്തെങ്കിലും ഒരു രേഖ ഹാജരാക്കണം. ഈ 19 ലക്ഷം ഏതാ ആൾക്കാരെന്നറിയോ? അതായത് 2002 ആ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ അതിന്റെ ശേഷം പ്രായപൂർത്തി വന്ന ആൾക്കാർ ആണല്ലോ. അതായത് 2002 വോട്ടർ പട്ടികയിൽ ഇവരുടെ പേരില്ല. ഇവരുടെ പേര് അതിനുശേഷമാണ് ഇവരുടെ പേര് ഉൾക്കൊള്ളിച്ചെന്ന് വിചാരിക്കുക.
അങ്ങനെയാണെങ്കിൽ ഇവരുടെ അമ്മയും അച്ഛനും 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടാവണമല്ലോ അല്ല ഉണ്ടാവും, അല്ലാതെ പൊട്ടി മുളച്ചതല്ലോ. അപ്പൊ ഇതിൽ പേരില്ലാത്ത ആൾക്കാർ 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആൾക്കാരുടെ അച്ഛന്റെയും അമ്മയുടെയും അല്ലെങ്കിൽ അച്ഛന്റെയും അച്ഛമ്മയുടെയും അമ്മമ്മയുടെയും എന്ന് പറഞ്ഞാൽ ഇവരുടെ പിതാക്കന്മാരുടെയോ പൂർവ്വ പിതാക്കന്മാരുടെയോ ഒക്കെ പേരതിലുണ്ടാവും. അങ്ങനെ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവരീ നാട്ടുകാരല്ല, ഇവരീ രാജ്യക്കാരല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇവർ ആദ്യമായിട്ടാണ് ഒരു 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 യുവാവ് അല്ലെങ്കിൽ യുവതി വോട്ട് ചെയ്യാൻ പോകുന്നത്. ഇവരുടെ അച്ഛന്റെ പേര് അതിലില്ല, അമ്മന്റെ പേരില്ല, അച്ഛന്റെ പേരില്ല, അമ്മമ്മന്റെ പേര് ഒന്നും അതിലില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? അതിനർത്ഥം ഇവര് ഇവിടത്തുകാരല്ല, ബംഗ്ലാദേശിൽ നിന്ന് വന്നവർ, പാകിസ്ഥാനിൽ നിന്ന് വന്നവർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് നിന്ന് വന്നവർ ആയിരിക്കണല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ എറർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാങ്കേതിക പിഴവുകളായിരിക്കാം. സാങ്കേതിക പിഴവ് പരിഹരിക്കാനാണ് ഇവരോട് പറയുന്നത് ഈ രേഖ ഒന്ന് ഹാജരാക്കാൻ. ഇതിനെന്താ തകരാറുന്നേ? ആണ്ട് രേഖ ഹാജരാക്കിയ പോരെ? എന്നിട്ട് പറയണം അമ്പേ പാളി. എന്റെ ദേശാഭിമാനിക്കാരെ, ഈ അമ്പേപ്പാളി എന്ന് പറയുമ്പോ എന്തെങ്കിലും ഒരു പാളിച്ചതിൽ കാണണ്ടേ? പിന്നെ പറയുന്നത് എന്താണെന്നറിയോ? ഒഴിവാക്കപ്പെട്ട 24 ലക്ഷത്തിൽ അർഹരായവരുമുണ്ടെന്ന് CPIM ഉൾപ്പെടെയുള്ള പാർട്ടികൾ രേഖാമൂലം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. അതായത് നേരത്തെ പറഞ്ഞ ഈ പുറത്തായ 24 ലക്ഷത്തെ ആൾക്കാർക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് രേഖാമൂലം പരാതി അല്ലേ? നിങ്ങൾ കൂടെ പോയതല്ലേ, നിങ്ങൾക്ക് എഴുതി കൊടുത്തൂടെ? ഇനി അഥവാ എഴുതി കൊടുത്തിട്ട് അതിന് ചേർത്തില്ലെങ്കിൽ ഇതാ ഏത് ഡേറ്റ് ഉണ്ട്, ഏത് വരെയാണ്? ജനുവരി 22 വരെ അറിയിക്കാം. ജനുവരി 22 വരെ ഇനിയുമുണ്ട്. ഒരു 10-25 ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തോളം ഇനിയും ബാക്കി കിടക്കുന്നുണ്ടല്ലേ? പോയി കണ്ട് അറിയിച്ചാൽ മതി. അതിനിങ്ങനെ കിടന്ന് നിലവിളിക്കണോ? എത്ര അപഹാസ്യമാണ്. ഇതിലൂടെ നിങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾക്ക് SIR വേണ്ട, ഞങ്ങൾക്ക് വോട്ടർ പട്ടിക പരിഷ്കരിക്കണ്ട, അതിൽ മരിച്ചുപോയ ആൾക്കാരൊക്കെ ഉണ്ടായിക്കോട്ടെ, ഇരട്ട വോട്ട് ഉണ്ടായിക്കോട്ടെ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പേ ഞങ്ങൾക്ക് കള്ളവോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ലേ സഖാക്കളെ നിങ്ങൾ പറയുന്നത്? ഇതാണ് ഇന്നത്തെ ദേശാഭിമാനിയുടെ കള്ളവാർത്ത 1. ഇതിനേക്കാൾ രസകരമായ കള്ളവാർത്ത നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.